സുമതി വളവ് കണ്ടിട്ട് വരികയാണ്. ഹൊറർ സിനിമയാണ്. എനിക്ക് ഹൊറർ മൂവികൾ കാണുമ്പോൾ പൊതുവെ അങ്ങനെ പേടിയൊന്നും വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മേക്കിംഗ് ആണെന്ന് നമുക്കറിയാം. ഞാനേ ഒരു എഡിറ്റ് ചെയ്യുന്ന ആളാണ്, എഡിറ്റിങ്ങും മേക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് മേക്ക് ചെയ്യാണ് എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഞെട്ടലൊന്നും വരാറില്ല. പക്ഷേ പണ്ടത്തെ മൂവികൾ, ഹോളിവുഡ് മൂവികളൊക്കെ ചെറുപ്പത്തിൽ പോയി കാണാൻ പോകുമ്പോൾ അതിൽ ഭയങ്കര കൊലപാതകവും അതേപോലെ ഭയങ്കര മ്യൂസിക്കും പെട്ടെന്ന് ഞെട്ടിപ്പോകുന്ന പോലത്തെ മ്യൂസിക്കൊക്കെ കൊടുക്കുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകാറുണ്ട്. ചിലരൊക്കെ തിയേറ്ററിൽ വെച്ച് മരണപ്പെട്ട സംഭവം തന്നെയുണ്ട്, അറ്റാക്ക് വന്നൊക്കെ മരണപ്പെട്ട സംഭവം തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ എനിക്കത് വലിയ ഒരു സംഭവമായിട്ട് തോന്നാറില്ല. അപ്പോൾ എന്തായാലും അഭിലാഷ് പിള്ള എഴുതിയിരിക്കുന്ന ഈ ഹൊറർ മൂവിയിൽ സുമതി വളവും അതുമായി ബന്ധപ്പെട്ട കുറേ ഹൊറർ മാറ്ററുകളും ഉണ്ട്. പക്ഷേ ഈ ഹൊറർ മാറ്ററുകളല്ല അതൊരു ഭാഗത്ത് ഈ സിനിമയിലുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഇതിലൊരു കഥയുണ്ട്, ഇതിലൊരു പ്രണയമുണ്ട്, നല്ല കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്ററുമായി ബന്ധപ്പെട്ടാണ് സുമതി വളവും കിടക്കുന്നത്. കാരണം ഈ കഥയ്ക്ക് സുമതി വളവിൻ്റെ ആവശ്യം കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ കൂടി സുമതി വളവിലെ സംഭവങ്ങൾ വലിയൊരു വിഷയമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൽ അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ഗോകുൽ സുരേഷ്, ബാലു വർഗീസ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. ഇതിൽ എത്ര ആക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എണ്ണി തന്നെ നോക്കേണ്ടി വരും, അത്രയും പേരുണ്ട്. അപ്പോൾ അർജുൻ അശോകന് ഇതിൽ നല്ലൊരു വേഷമാണ്. നല്ല ഉത്സാഹത്തോടെ പുള്ളി അഭിനയിച്ച് ആടി പാടി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡാൻസ് അർജുൻ അശോകൻ ഈ സിനിമയിലുണ്ട്. പുള്ളി തന്നെയാണ് ഈ സിനിമയിലെ പ്രധാന താരം. ബാക്കിയുള്ളവരും അവർക്ക് അവരവരുടെ റോളുകളിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിലും അർജുൻ അശോകനിലാണ് ഇങ്ങനെ സിനിമ പോകുന്നത്. അപ്പോൾ കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഒരു എനർജറ്റിക് ആയിട്ട് ഉത്സാഹത്തോടെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു 3-4 പാട്ടുകളുണ്ട്. അതിൽ ഒരു 2 പാട്ടൊക്കെ നല്ല പാട്ടുകളാണ്. അതുപോലെ അതിനൊക്കെ നല്ല മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഹൊറർ മൂവികളിലൊക്കെ ആ ഒരു പ്രേതം, ഒരു പ്രേതോ 2 പ്രേതോ എത്ര എണ്ണായാലും ആ പ്രേതത്തിൻ്റെ പുറകിൽ ഒരു വളരെ വികാരഭരിതമായ ഒരു കഥയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രേതം എല്ലാവരെയും വന്നിട്ട് ഉപദ്രവിക്കാൻ അങ്ങനെ ആയിരിക്കും എടുക്കുക. അതിൻ്റെ ലക്ഷ്യം കാണുന്നവരെ അത് ഉപദ്രവിക്കുന്ന ആ രീതിയിലായിരിക്കും എടുക്കുക. അപ്പോൾ ഇതിലും ഹൊറർ മാറ്ററുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ മാത്രം പോയി കഴിഞ്ഞാൽ ഒരു ഹൊറർ മൂവി ആയിട്ട് തന്നെ അല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അതിനേക്കാൾ പ്രധാനമായിട്ട് ഇതിലെ ആ കഥയാണ്. അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, നല്ല കോമഡി ഉണ്ട്. അതേപോലെ ആ കഥയ്ക്കും ഒരു പ്രാധാന്യമുണ്ട്. ഇതിൽ ഒരാളെ കാണാതെ പോയിട്ടുള്ള ഒരു സംഭവങ്ങൾ അർജുൻ അശോകന് വരുന്നുണ്ട്. അത് എന്താ സിനിമ കൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ക്ലൈമാക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സസ്പെൻസുകളും ഈ സിനിമയിലുണ്ട് ഹൊറർ അല്ലാതെ. അത് എന്തായി എന്നുള്ള ചിന്തയാണ് നമുക്ക് സിനിമയിലുടനീളം ഉള്ളത്. സിദ്ധാർത്ഥ് ഭരതൻ വളരെ സീരിയസ് ആയിട്ടും അതേപോലെ തന്നെ ചില സമയങ്ങളിൽ കോമഡി ആയിട്ടും ഒക്കെ തന്നെ പുള്ളിയുണ്ട്. ഹൊറർ മാറ്ററുമായി ബന്ധപ്പെട്ടൊക്കെ പുള്ളിയുണ്ട്. അതേപോലെ ഗോകുൽ സുരേഷിൻ്റെ വേഷവും കുഴപ്പമില്ല, നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ബാലു വർഗീസിൻ്റെ കോമഡികൾ, സൈജു കുറുപ്പ് അതിനിടയിൽ കൂടെ പോലീസ് വേഷത്തിൽ വരുന്നുണ്ട്, പുള്ളിക്കൊരു വേറൊരു ക്ലൈമാക്സ് വരുന്നുണ്ട്, അതൊക്കെ രസമുണ്ട്. എന്തായാലും ഒരു പ്രേതപ്പടം എന്നതിനോടൊപ്പം തന്നെ ഒരു നല്ല കഥയുള്ള പടം കൂടിയായിട്ട് ഈ സിനിമയെ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റിയ മൂവി തന്നെയാണ് സുമതി വളവ്.